പുള്ളി പറഞ്ഞത് ഇങ്ങനെ കറങ്ങിയാണെന്ന് പെണ്ണി എടുത്തില്ലല്ലോ എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ യൂട്യൂബേഴ്സിൻ്റെ അവസ്ഥയാണെന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞത്. അപ്പോൾ കേരള में 30 years मैक्सिमम 30 years के अंदर शादी करता है. हम USA बोलेंगे. USA मतलब USA यूनाइटेड स्टेट्स ऑफ आलमपुर. നമ്മൾ ട്രാപ്പിലാകും ഓടി. यूं ही चल रहा यूं ही चल रहा इतनी हसीने है ये दुनिया. വെൽക്കം ടു നാഷണൽ സഫാരി. ലെറ്റ്സ് ബിഗിൻ ദി സഫാരി ഗൈസ്. അപ്പോൾ നാഷണൽ സഫാരിയുടെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പോകുന്നത് പറഞ്ഞാൽ നേരെ ഉജ്ജയിൻ പോകുന്ന വഴിക്കുള്ള ദേവാസ് എന്ന സ്ഥലത്താണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ഭോപ്പാലിലാണുള്ളത്. പല ട്രക്കുകളും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ ഭോപ്പാൽ യാത്രാ സീരീസൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ മറ്റ് സ്റ്റേറ്റിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നാഷണൽ സഫാരി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ. നമുക്ക് ട്രക്കെല്ലാം കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് നോക്കാം എന്തായാലും. അപ്പം ഇത് VIP റോഡ് എന്ന് പറയും. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടിലേക്ക് പോയി കാണുക. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത അമ്പലത്തിലെ അവിടെ നിന്ന് കാണുന്ന റോഡാണ്. 7 കിലോമീറ്ററോ അല്ല 5 കിലോമീറ്റർ സംതിങ് ഉണ്ട് ഈ റോഡിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ട്രക്ക് കിട്ടുന്നുണ്ട്. നോക്കി നിൽക്കുക എന്തായാലും. മുകേഷ് എന്ന് പറഞ്ഞ പയ്യയുടെ വണ്ടിയിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ആ किधर तक जाऊँगा कितना दूर है यहाँ से? 3-4 किलोमीटर. ഓ അപ്പം മുകേഷ് എന്ന വഴിയാണ് നമുക്ക് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം അതിൻ്റെ കൂടെ 3-4 കിലോമീറ്റർ കവർ ചെയ്ത് പോകും. ഞാൻ പൂര ഓവർ സ്പീഡ് ക്യാമറ അയക്കാം. ഓ ഹൈവേ ആണല്ലോ ഇത്. ഇൻഡോർ പോകുന്ന ഹൈവേ ആണ്. കിടുക്കൻ റോഡാണ് കഴിച്ച രക്ഷയില്ല. അടിപൊളി റോഡ്. इंदौर लेफ्ट. ओ देवास लेफ्ट है. ओ आप ये सीधा गया देवास. आप मुकेश है ना? मुकेश ഈ വഴിയിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇൻഡോർ. പുള്ളി നേരെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് കാണുന്നുണ്ടല്ലേ ഇൻഡോർ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ഹൈവേ ആണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം റോഡ് കട്ട് പിടിച്ച എന്നൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിൽ പൊതുവേ. വലിയ ചിലരുടെയെങ്കിലും മനസ്സിലായി ചിന്ത കാണുമായിരിക്കും. എൻ്റെയൊക്കെ മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പോകാത്ത സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ മോശമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരം. പക്ഷേ അല്ല വയസ്സ് കണ്ടോ, നല്ല റോഡുകളും ഒക്കെയാണ്. നമ്മൾ എന്താ പറയുക സൂക്ഷിക്കുക എപ്പോഴും. മുകളിൽ മറ്റേ മുകളിലുള്ള ഓവർ ബ്രിഡ്ജൊക്കെ ഉണ്ട്. നമുക്കിനി ഇവിടെ നല്ല ട്രക്കോ ഇതിനും കിട്ടുമോ നമുക്ക് നോക്കാം. आपका नाम? गोविंद वर्मा. कहाँ से हो? केरला. हाँ. हाय. केरला में कौन सी जगह से? केरला में कहाँ से हो? केरला में सबसे साउथ तिरुवनंतपुरम. केरला का सेंट्रल कैपिटल. ഗായ്സ് മഴയാണ്, നല്ല മഴയാണ്. ഞങ്ങളുടെ നിർത്തി വൈകുന്നേരം ഇടണം. നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്തിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ കയറിയെന്നാണ്. ഗോവിന്ദവർമ്മ എന്നാണ് ഇവിടെ പേര്. ഞങ്ങൾ പോയ വഴിയായിരുന്നു. ഞങ്ങൾ സെയിം പ്രായമാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് റെയിൻകവറിൻ്റെ ഉപയോഗം നോക്കാറുണ്ട്. മഴയുള്ളപ്പോൾ സമയത്ത് നമുക്ക് റെയിൻ കവറിങ് ഇട്ട് നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ കാലത്ത് വെള്ളം പറഞ്ഞാലും എന്താ പറയുക നമ്മുടെ ബാഗിൽ തന്നെ വെള്ളം കയറായിരിക്കും. പുള്ളി നമ്മളെ ഇവിടെ ഇറക്കി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് വണ്ടി കിട്ടും വേറെ. सीधा है क्या? देवास के हाँ आप किधर से ड्रॉप करो मुझे. देवास जाने के रास्ते में आप किधर है तो ड्रॉप करो. മഴയത്ത് നമ്മൾ നനഞ്ഞ് കൊഴിയും. തൊപ്പി കാറ്റടിച്ച് മടങ്ങി നനയൊക്കെ ചെയ്തു. നമുക്ക് കുറേ ട്രക്ക് മിസ്സായി. നമുക്ക് കഴിഞ്ഞിട്ട് നോക്കാം. നമ്മുടെ ചാനലിലെ വീഡിയോയുടെ പ്രത്യേകം ഉണ്ടാവും ഗൈസ്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് അതേപടി ഫീൽഡിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇന്ത്യ കണ്ട ഒരു അനുഭൂതി കിട്ടും. അതാണ് നിങ്ങൾ രാവിലെ എങ്ങനെ ഇരിക്കുക ആ ഫീലാണ്. ദേവാസ് നമ്മൾ ബോർഡെടുക്കണം ഗൈസ്. എല്ലാം നടക്കൂല. അല്ല നമ്മൾ ട്രാപ്പിലാകും ഓടി. ദേവാസ് ട്രക്ക് നിർത്തി നമുക്ക് നോക്കാം ഗൈസ്. भैया देवास है क्या? देवास एक मिनट. रख लो आ रहा. हाँ इधर से आ रहे हैं आप? केरला जोर से लगाना, थोड़ा जोर से लगाना.
ലിഫ്റ്റ്. അപ്പം പുള്ളിയാണ് നമുക്ക് ആദ്യമായിട്ട് വന്നേക്കുന്നത്. നമ്മൾ ഉറക്കിലൊരിക്കലും നമുക്ക് ഫസ്റ്റ് ഇവിടെ വന്നതിന് ശേഷമുള്ള വലിയ വണ്ടിയിലുള്ള ലിഫ്റ്റാണെന്ന് പറഞ്ഞാൽ ബൈക്കിനൊക്കെ നമ്മൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ബോർഡ് എഴുതി വെച്ചുകൊണ്ടാണ് പുള്ളി നിർത്തിയത്. അപ്പോൾ കൊള്ളാം, നമുക്ക് ദേവാസ് വരെ പോകാൻ പറ്റും എന്തായാലും. അപ്പം ദേവാസ് പോയതിന് ശേഷം പിന്നീട് നമ്മൾ അവിടുന്ന് ഉജ്ജയിനോ ഒക്കെ നമുക്ക് പയ്യെ പോകാം. നാളെ എന്തായാലും ദേവാസാണ് ഇന്ന് നമ്മൾ സ്റ്റേ അടിക്കുന്നത്. मंत्रमाला माला ऑनलाइन का सामान ऑनलाइन ओह ठीक है ठीक है. अब आप कंपनी में काम करता है क्या? कंपनी का नाम क्या है? कंपनी का नाम मंत्रा है. मंत्रा ओ इनका कार्ड पूजा सामान नहीं कपड़े वगैरह है. ओ कपड़ा ओ क्लॉथ मटीरियल ऑर्डर पे मंगाते ना ऑर्डर पे. हाँ ठीक है कपड़ा है मोबाइल है. അപ്പോൾ അങ്ങനെ ഓൺലൈൻ ഇതിൻ്റെ ഇതാണ് പുള്ളി കൊള്ളാം ഗൈസ്. അപ്പം നമുക്ക് ഓൺലൈൻ സാധനങ്ങളൊക്കെയാണ് വണ്ടിയിലുള്ളത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വ്യത്യസ്തമായ വീഡിയോസൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ സഫാരി സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇപ്പോൾ തന്നെ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തില്ല കേട്ടോ നിങ്ങളൊക്കെ. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് വളരെ ഫോളോവേഴ്സ് കുറവാണ്. നമ്മൾ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ആക്കി വിടുക. കിടുക്കാച്ചി ഫോട്ടോസൊക്കെ ഇടുന്നതായിരിക്കും നമ്മൾ എടുക്കുന്ന ഈ ട്രാവൽ സമയത്ത്. इसे मतलब मेरे पास पैसा नहीं इसलिए गाड़ी रुक लिफ्ट लेकर जाऊँगा और खाना पीना मंदिर से बेहतर है. നമ്മുടെ ഈ ഒരു ആശയം ഇവിടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ എന്താ സംഭവം എന്നുള്ളത്. ഇവരൊക്കെ ഇപ്പോൾ കേരളത്തിലുള്ള ഓരോ ആൾക്കാർ ഇപ്പോൾ ഈച്ചയ്ക്ക് ഇപ്പോൾ വരുന്നതുകൊണ്ട് ഇവർക്കിതൊക്കെ ചിലപ്പോൾ കണ്ട് ശീലം കാണുമായിരിക്കും. എന്നാലും നമ്മളൊന്ന് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം എന്തായാലും. അപ്പം ഗായ്സ് എല്ലാവരും പോയി വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. കാര്യം നമുക്ക് കുറച്ച് ഷെയർ കിട്ടി നമുക്ക് എന്താ പറയുക, നമുക്കൊരു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ആ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് കാണാൻ വേണ്ടി കമൻറ്റൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആളെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എനർജി കിട്ടും. നമുക്കൊരു ട്രാവലിൽ കുറച്ച് വൈബ് കിട്ടും ഉറപ്പായിട്ടും. നമുക്ക് നമ്മുടെ ഒരു പടം വരച്ചിട്ട് നമ്മളത് വീട്ടിൽ അലമാരി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു കലാകാരനെ ഒരു സപ്പോർട്ട് കിട്ടില്ല. അതെപ്പോഴും പുറത്തെടുത്ത് കാണിച്ച് അതിനൊരു എന്താ പറയുക ഒരു ആരാധന ഒക്കെ ഉണ്ടായാൽ മാത്രമേ അയാളൊരു അങ്ങനെ കലാകാരനായിട്ട് സമൂഹം അംഗീകരിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ എന്താ പറയുക, ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ താഴെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കമൻറ്റൊക്കെ ഇടുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ മാത്രമേ അതിൻ്റെ കാര്യമുള്ളൂ. സോ എന്താ പറയുക, നമുക്കതുകൊണ്ട് ഒരു പ്രചോദനം കിട്ടും. പുള്ളി ഇൻഡോറിലാണ് പോകുന്നത്. അപ്പം ഇൻഡോർ പോയിട്ട് ലോഡ് ഇറക്കിയിട്ട് തിരിച്ച് ദേവാസിൻ്റെ വീട്. അപ്പോൾ ദേവാസ് സിറ്റിക്കകത്താണ്. അപ്പം അവിടെ പോയിട്ട് വരും പുള്ളി. അപ്പം ഞാൻ നോക്കി പോകുന്ന ഒരിക്കൽ ദേവാസിൽ മറ്റേ ജെയിൻ അമ്പലമുണ്ട്, അവിടെ ഇറക്കിക്കോളം പറഞ്ഞു. അപ്പോൾ അവിടെ കൂടിയിട്ട് ഫ്രീ ഫുഡൊക്കെ കിട്ടും. അവിടുന്ന് പിന്നെ നമുക്ക് എന്താ പറയുക നാളെ ദേവാസ് അമ്പലത്തിലൊക്കെ പോകാം. അവിടുത്തെ ചുറ്റുപാടുള്ള ഇവിടെ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് ആ തക്കം പോലെ നമുക്ക് ചെയ്യാം കാര്യങ്ങളൊക്കെ. क्यों मैंने देखने के बाद गाड़ी रुक गया? क्यों रुक गया? हाँ हाँ ये समझ गए थे कि बाहर से आए हुए हैं. हाँ ठीक है, लिफ्ट मांग रहे हैं. ये लिखना बोर्ड देखता है क्या? हाँ लिफ्ट मांग रहे हैं ना. लिफ्ट नहीं, ये बोर्ड देखता है क्या? बोर्ड देख के. हाँ देवास ओ ठीक है बाहर से आए हुए हैं. ठीक है അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ ബോർഡ് എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടാണ് കാഴ്ച നിർത്തിയത്. പുറത്ത് വന്നത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നിർത്തിയാണ്. കൊള്ളാം, നമ്മുടെ ബോർഡ് എഴുതിൻ്റെ ഗുണമുണ്ടായി. അപ്പോൾ നല്ല ഐഡിയ ആയിരുന്നു കേട്ടോ. കാര്യം നമ്മൾ ബോർഡ് എഴുതി കഴിഞ്ഞാൽ ഗുണം ബോർഡ് എപ്പോഴും തിരുത്തേണ്ടി വരും. ഇപ്പോൾ പേപ്പർ ഒരു കടയിൽ നിന്ന് നമ്മൾ മേടിക്കുക, ഒരു പേപ്പർ പറയാം. പിന്നെ ആ പേപ്പർ മേടിച്ചിട്ട് ആ സാധനത്തെ നമ്മൾ മാർക്കർ ഉണ്ടല്ലോ, മാർക്കർ കൊണ്ട് എഴുതിയിട്ട് നമ്മളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വലിയ വഴിയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് കിട്ടും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ത്യ ഇറങ്ങുന്നത്, മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ ഒരു എന്താ പറയുക അങ്ങ് സംഭവിച്ചോളും. നമ്മളങ്ങ് പോയാൽ മതി, ഇറങ്ങി തിരിച്ചാൽ മതി. എൻ്റെ ഇപ്പോൾ കണ്ടല്ലേ, നമ്മളൊന്നും പ്രഡിക്റ്റബിൾ അല്ല. നിങ്ങളും കാണുന്നുണ്ടല്ലോ അല്ല, നമ്മളൊന്നും പ്രഡിക്റ്റ് ചെയ്യാതെ ഇതിപ്പോൾ ഉണ്ട്. ഇപ്പോൾ ട്രക്കിൻ്റെ കൂടെ കിട്ടുന്ന കഥയാണ്. അപ്പം നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അടുത്ത മിഷൻ എന്താണെന്നുള്ളത്. അത് ആ ഒരു സാധനമാണ്, ആ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്കും കിട്ടണം. അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയാം. ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ എത്തിക്കുകയാണ്. അതാണല്ലോ നമ്മൾ നാഷണൽ സഫാരിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പം തന്നെ പോയി ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ നാഷണൽ സഫാരി NATIONAL_SAFARI_. आपका नाम क्या था? മനോജ്. പുള്ളിയിലേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് പ്രായമായിട്ടില്ല. അപ്പോൾ കേരളമേ 30 years मैक्सिमम 30 years के अंदर शादी करता. अच्छा सेटल आने के बाद भाई जॉब मिलने के बाद 30 years आऊँगा. अभी मैं छोटा है. अच्छा अभी मैं पूरा इंडिया घूमने के बाद पूरा इंडिया घूमोगे तो बाल ही सफ़ेद आ जाएंगे. ये सब सच है. लेकिन मैं पूरा मेन सिटी और पूरा स्टेट में जाऊँगा. मैं इसका यूट्यूब में ब्लॉग डालूँगा. घूमते घूमते ही सेटल हो जाना. हाँ कहीं ना कहीं तो मिल ही जाएगी. हाँ പുള്ളി പറഞ്ഞത് ഇങ്ങനെ കറങ്ങി നടന്ന പെണ്ണെ എടുത്തില്ലല്ലോ പുള്ളി പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ യൂട്യൂബേഴ്സിൻ്റെ അവസ്ഥയാണെന്ന് തോന്നുന്നു പുള്ളി പറയുന്നത്. അപ്പം എന്താ പറയുക, അതൊരു നല്ല പോയിൻ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. आपका वाइफ
സ്വദേശ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സിനിമയുണ്ട് ഷാരൂഖ് ഖാൻ്റെ. അപ്പോൾ ആ സിനിമയ്ക്കകത്തൊരു ഷാരൂഖ് ഖാൻ ഇങ്ങനെ ഒരു ട്രക്കിൽ അല്ലെങ്കിൽ ഒരു ക്യാരവൻ്റെ അകത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നൊരിതുണ്ട്. അപ്പം അതിനകത്തൊരു പാട്ടുണ്ട്, യു ഹി ചൽ രാ ചൽ രായി യു ഹി ചൽ രാ ചൽ രായി ഇതനി ഹസീനെ ഹൈ യേ ദുനിയ बोल सारे जमील देखो फूलों की मेल बड़ी रंगीन है ये दुनिया रुम तुम तारक लक जुंदारक रुम तुम तारक लक जुंदारक रुम तुम तारक लक जुंदारक भैया पता है क्या ये सॉन्ग, पता है क्या ये गाना? ये स्वदेश मूवी, स्वदेश शाहरुख खान का मूवी। एक गाड़ी में शाहरुख खान का एक गाड़ी है, इसमें एक मेरे जैसा एक ट्रैवल करने के वक्त का गाना है। ये टेप रिकॉर्डर में ये गाना आऊँगा, यूँ ही चल रहा यूँ ही चल रहा चल रहा यूँ ही चल रहा चल रहा इतनी हसीने है ये दुनिया भूल सारे जमेल देखो फूलों के मेल बड़ी रंगीन है ये दुनिया. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഈ സൈഡിലൊക്കെ കാണുന്ന കുറേ കൃഷികളാണ്, എല്ലാം കൃഷിയാണ് കേട്ടോ. നട്ടു വെച്ചിട്ട് ആലു ഇവിടെ നല്ല കഥ കേട്ടോ, അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിൽഡൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തെക്കുറിച്ചൊക്കെ പുള്ളിക്ക് മാക്സിമം ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മൾ കേരളത്തെക്കുറിച്ച് നമ്മൾ പൊക്കി പറയണ്ടേ, ഇവരെക്കുറിച്ച് നമ്മളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസും നമ്മളിവിടെ വരുമ്പം അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാലും നമുക്ക് കുറേ ടൂറിസ്റ്റുകളെ കിട്ടത്തുള്ളൂ. ഇവിടെ ഉള്ളവർ നമ്മളോട്ട് വരണം, മനസ്സിലായില്ലേ? നമ്മുടെ ബാക്ക് വാട്ടേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. केरल में है ना, केरल में बैक वाटर्स है, लाइक बैक वाटर्स मतलब पानी के बीच में घर. ये इधर आलपुड़ा बोलेंगे हम, यूएसए बोलेंगे. यूएसए मतलब होता है यूनाइटेड स्टेट्स ऑफ अमेरिका. यूएसए यूनाइटेड स्टेट्स ऑफ आलपुड़ा. थोड़ा सा है ना. बाय बाय, मैं मिलूँगा, आपका घर में आऊँगा. बाय. तो गाइस, പുള്ളിയുടെ വണ്ടിയിലാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഇവിടെ ഉജ്ജയിനി പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ദേവാസ് പോകുന്ന വഴിക്കുള്ള ജൈൻ മന്ദിരത്തിൽ എത്തിയിരിക്കുകയാണ്. വിചാരിക്കുന്നതല്ല, അകത്ത് വലിയ സംഭവമാണ്. പുള്ളിയോട് പറഞ്ഞ് ഇവിടെ ഇറങ്ങി ആദ്യം ഇവിടെ സ്റ്റേയും എല്ലാം കിട്ടും, ഫുഡെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞതിൻ്റെ ഇത് കാരണം നമ്മളിവിടെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. വലിയ എന്തോ സ്കൂളും എന്തൊക്കെ ഉണ്ട്, കുറേ ജൈൻ ഇതൊക്കെയാണ് അല്ലേ, ജൈന മതത്തിൻ്റെ സംഭവമൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഇവിടെ സ്റ്റേ അടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോലീസൊക്കെ ഉണ്ട്, അല്ല അങ്ങനെ അകത്തോട്ട് നോക്കണ്ടോ. നമ്മളിന്ന് സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. നമുക്ക് കയറി നോക്കാം എന്തായാലും. ഗൈസ് ഉണ്ടോ അങ്ങ് കാണുന്നതാണ്. നമുക്ക് ടൈം ലാപ്സ് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം.